ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഡിഫൻസ് എയറോസ്പേസ് സെഗ്മെന്റിലുള്ള കമ്പനികളുടെ ഒരു എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 23 കമ്പനികൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഈ 23 സ്റ്റോക്കുകളുടെ ഒരു വർഷത്തെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ 2 സ്റ്റോക്കുകൾ വെച്ച് ബാക്കി 21 സ്റ്റോക്കുകളും പോസിറ്റീവ് റിട്ടേൺ നൽകിയ സ്റ്റോക്കുകളാണ്. ഇപ്പം നെഗറ്റീവ് റിട്ടേൺ നൽകിയ ആ 2 സ്റ്റോക്കുകൾ ഒന്ന് എംടാർടെക്കും മറ്റൊന്ന് ഐഡിയ ഫോർസ് ടെക്നോളജീസുമാണ്. ഈ 2 സ്റ്റോക്കുകൾ മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. അപ്പോൾ ഐഡിയ ഫോർസ് ടെക്നോളജി കഴിഞ്ഞ ഒരു വർഷം -33% ഒരു റിട്ടേൺ ആണ്. അതുപോലെ എംടാർ ടെക്നോളജിയിൽ -23% റിട്ടേൺ ആണ്. അപ്പോൾ ഇങ്ങനെ അണ്ടർ പെർഫോം ചെയ്ത് ഈ 2 സ്റ്റോക്കുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്റ്റോക്കുകളും നല്ല റിട്ടേൺ ഇൻവെസ്റ്റേഴ്സ് നൽകിയതാണ്. ഏകദേശം 13 സ്റ്റോക്കുകൾ 100%-ലധികം റിട്ടേൺ നൽകിയവയാണ്. അതിൽ 400%-ലധികം റിട്ടേൺ നൽകിയ കൊച്ചിൻ ഷിപ്പ്യാർഡും ഉൾപ്പെടും. എന്നാൽ ഈ സ്റ്റോക്കുകളുടെ ഒരു മാസം മുമ്പേ ഉള്ള ഒരു ആവറേജ് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ അത് 170%-ൽ കൂടുതലുണ്ടായിരുന്നു. ഇന്നത് കുറഞ്ഞിട്ട് 94% ആയിട്ട് വന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡിക്ലൈൻ ഈ സ്റ്റോക്കുകളിൽ അതിൻ്റെ മൊമെൻറ്റം കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിൽ കഴിഞ്ഞ വർഷം വലിയൊരു സെൻസേഷൻ സൃഷ്ടിച്ച ഡിഫൻസ് സെക്ടർ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റേഴ്സിന് താല്പര്യം കുറയാൻ കാരണം എന്താണെന്നും ഇനിയൊരു റാലിയുടെ സാധ്യത ഈ സ്റ്റോക്കുകളുണ്ടോ എന്നുള്ളതുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ഒരു മാസത്തെ ഡിഫൻസ് സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസ് നമ്മൾ പരിശോധിച്ചാൽ ഒരേ ഒരു സ്റ്റോക്ക് മാത്രമാണ് പോസിറ്റീവ് റിട്ടേൺ നൽകിയത്. ആ കഴിഞ്ഞ ഒരു മാസം പോസിറ്റീവ് റിട്ടേൺ നൽകിയ സ്റ്റോക്ക് എന്ന് പറയുന്നത് സെൻ ടെക്നോളജിയാണ്. ബാക്കി 22 സ്റ്റോക്കുകളും കഴിഞ്ഞ ഒരു മാസം നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. അതിൽ 20% താഴെ പോയിട്ടുള്ള 3 സ്റ്റോക്കുകൾ കാണാൻ കഴിയും. ഒന്ന് BEML, മറ്റൊന്ന് കൃഷ്ണ ഡിഫൻസ്, മറ്റൊന്ന് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. അപ്പോൾ ഈ 3 സ്റ്റോക്കുകളും 20% താഴെ ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം നൽകിയ സ്റ്റോക്കുകളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ സെൻ ടെക്നോളജി എന്ന സ്റ്റോക്ക് 22% ഒരു പോസിറ്റീവ് റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. അപ്പോൾ മൊത്തത്തിൽ ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകൾ സെൻ ടെക്നോളജി ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റോക്കുകളും അണ്ടർ പെർഫോമിങ്ങും അതിൻ്റെ മൊമെൻറ്റം കുറഞ്ഞു വരുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അത് പരിശോധിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അത് ഈ പല സ്റ്റോക്കുകളുടെയും Q1 റിസൾട്ടുകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ എല്ലാ സ്റ്റോക്കുകളുടെയും റിസൾട്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ വളരെ മോശമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, നമ്മൾ സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ വിലയിരുത്തുമ്പോൾ 2 പ്രധാനപ്പെട്ട ഡാറ്റകൾ പരിശോധിക്കലുണ്ട്. ഒന്ന് ഇയർ ഓൺ ഇയറിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ, മറ്റൊന്ന് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇയർ ഓൺ ഇയർ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ജൂൺ ക്വാർട്ടറിൽ എത്ര സെയിൽസ് ആണ് ഉണ്ടായത്, അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ വർഷത്തെ ജൂൺ ക്വാർട്ടറിൽ എത്ര സെയിൽസ് ഇമ്പ്രൂവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതേപോലെ തന്നെ പ്രോഫിറ്റിലും കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ എത്ര ഉണ്ടായിട്ടുണ്ടോ അത് ഈ വർഷത്തെ ജൂൺ ക്വാർട്ടറിൽ എത്ര മുന്നേറിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കാറുള്ളത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. അത് കൂടാതെ കഴിഞ്ഞ ക്വാർട്ടറിൽ, അതായത് കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിലുള്ള റിസൾട്ടും ഈ ജൂൺ ക്വാർട്ടറിലുള്ള റിസൾട്ടും തമ്മിൽ ഒരു താരതമ്യവും ചെയ്യാറുണ്ട്. അതിനെ നമ്മൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കമ്പാരിസൺ എന്ന് പറയും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫൻസ് സ്റ്റോക്കുകളിൽ 5 സ്റ്റോക്കുകൾ മാത്രമാണ് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നിട്ടുള്ളത്. ബാക്കി വരുന്ന 18ഓളം സ്റ്റോക്കുകൾ ഒന്നുകിൽ ഇയർ ഓൺ ഇയറിൽ പോസിറ്റീവ് ആയിരിക്കാം, പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ പോസിറ്റീവ് ആണ്, ഇയർ ഓൺ ഇയറിൽ നെഗറ്റീവ്. ആ രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റിയാണ് മൊത്തത്തിൽ ഇവരുടെ റിസൾട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുക. ഡിഫൻസ് സ്റ്റോക്കുകളുടെ അണ്ടർ പെർഫോമൻസിന്റെ കാരണം തേടിയിട്ട് മറ്റെവിടെയും പോകേണ്ടതില്ല. തീർച്ചയായിട്ടും അത് ഈ റിസൾട്ടിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡാണ്. ഇനി നല്ല റിസൾട്ട് തന്ന ആ 5 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ സെൻ ടെക്നോളജി മാത്രമാണ് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കി 4 സ്റ്റോക്കുകളിലും ആവറേജിനും താഴെയുള്ള ഒരു റിട്ടേൺ മാത്രമാണ്, നെഗറ്റീവിലേക്ക് പോയിട്ടില്ല എന്ന് മാത്രമേ അതിൽ പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ സെൻ ടെക്നോളജിയുടെ നമുക്ക് റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സെയിൽസിൽ ഇയർ ഓൺ ഇയറിൽ 92% വർധനവും പ്രോഫിറ്റിൽ 63% വർധനവും ഉണ്ടായിട്ടുണ്ട്. സെയിൽസിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 80% വർധനവും പ്രോഫിറ്റിൽ 111% വർധനവും കാണാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം സെൻ ടെക്നോളജി മാത്രം എന്തുകൊണ്ട് ഔട്ട് പെർഫോം ചെയ്തു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് അതിൻ്റെ ഈ തകർപ്പൻ റിസൾട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി പരസ് ഡിഫൻസ് എന്നുള്ള ഡിഫൻസ് സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 72% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 142% വർധനവും ഇയർ ഓൺ ഇയറിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പരിശോധിച്ചാൽ സെയിൽസിൽ വെറും 4% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വർധനമാണ് കാണാൻ കഴിയുക. പ്രോഫിറ്റിൽ പക്ഷേ 46% വർധനവും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു നേരിയ സെയിൽസ് വർധനവ് മാത്രമാണെങ്കിൽ പ്രോഫിറ്റിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ നല്ല
റിസൾട്ടാണ് പരസ് ഡിഫൻസിലുള്ളത് എങ്കിലും 1 മന്തിന്റെ ഇതിന്റെ റിട്ടേൺ -10% ആണ്. അതായത് ഇൻവെസ്റ്റേഴ്സ് ഇതിന്റെ ആ ഒരു റിസൾട്ടിനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി തനേജ എയറോസ്പേസ് എന്ന് പറയുന്ന സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ അതിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 20% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 0.58 നേരിയൊരു വർധനവും മാത്രമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ സെയിൽസിൽ 11% ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഉണ്ട്, പ്രോഫിറ്റിൽ 37% ഗ്രോത്തും ഉണ്ട്. ഇയർ ഓൺ ഇയറിൽ അത്ര നല്ല പ്രകടനമല്ല എങ്കിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചത് കാരണമാകാം ഈ തനേജ എയർസ്പേസിന്റെ 1 മന്ത് റിട്ടേൺ ഒരു -4% എന്നുള്ള ഒരു നേരിയൊരു ഡിപ്പാണ് നമുക്ക് കാണാൻ കഴിയുക. എങ്കിലും ഈ സ്റ്റോക്കിന്റെ റിസൾട്ടും ഇൻവെസ്റ്റേഴ്സ് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു റിട്ടേണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പോസിറ്റീവ് റിസൾട്ട് നൽകിയ ഡിഫൻസ് സ്റ്റോക്ക് എന്ന് പറയുന്നത് റോസൽ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 6% നേരിയൊരു വർധനവും എന്നാൽ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 140% ഒരു വമ്പിച്ച വർധനവും കാണുന്നുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 10% ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്തും അതുപോലെ പ്രോഫിറ്റിൽ 121% വമ്പിച്ച ഗ്രോത്തും കാണുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഈ സ്റ്റോക്കിന് അതിന്റെ 1 മന്ത് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ -1.73 എന്നുള്ള നേരിയ ഇടിവാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെയും ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിനെ കഴിഞ്ഞ മാസങ്ങളിൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് സോളാർ ഇൻഡസ്ട്രീസ് ആണ്. സോളാർ ഇൻഡസ്ട്രീസിന്റെ റിസൾട്ടും മൊത്തത്തിൽ പോസിറ്റീവ് ആയിരുന്നു. സെയിൽസിൽ 0.75 നേരിയൊരു പോസിറ്റിവിറ്റി കാണിച്ചു, പ്രോഫിറ്റിൽ 45% വർധനവും കാണാൻ കഴിയും. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും സെയിൽസിൽ 5% ഒരു ഡീസൻ്റ് ആയിട്ടുള്ള വർധനവുണ്ട്, അതുപോലെ പ്രോഫിറ്റിൽ 23% വർധനവുണ്ട്. ഒരു ആവറേജ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റിസൾട്ടാണ്. അപ്പോൾ ഇവിടെയും ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിച്ച ഒരു റിട്ടേൺ കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടായിരിക്കാം ഈ സ്റ്റോക്കും കഴിഞ്ഞ ഒരു മാസം -7% റിട്ടേൺ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാകുന്നത് ഈ സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റേഴ്സ് അതിൻ്റെ റിസൾട്ടുകൾ ഇനി മറ്റ് സ്റ്റോക്കുകളുടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ്, അപ്പോളോ മൈക്രോസിസ്റ്റം, ഗാർഡൻ റീച്ച് ഷിപ്പിംഗ്, അതുപോലെ ഭാരത് ഇലക്ട്രോണിക്സ്, മസഗോൺ ഡോക്ക്, അതുപോലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഇതിൻ്റെയൊക്കെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും, സെയിൽസിലായാലും പ്രോഫിറ്റിലായാലും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കുകളൊക്കെ കഴിഞ്ഞ ഒരു മാസത്തെ റിട്ടേൺ നെഗറ്റീവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ സ്റ്റോക്കുകൾ നേരിടുന്നത് അതിൻ്റെ PE റേഷ്യോ ആണ്. പല സ്റ്റോക്കുകളുടെയും PE 100-ൽ കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നല്ല റിസൾട്ട് കാണിച്ചിട്ടുള്ള ഈ പരസ് ഡിഫൻസിന്റെ PE റേഷ്യോ 100-ൽ കൂടുതലാണ്. അതുപോലെ തനേജ എയറോസ്പേസിൻ്റെത് 134% ആണ്. അതുപോലെ റോസൽ ഇന്ത്യയുടേത് 143% ആണ്. സോളാർ ഇൻഡസ്ട്രീസിൻ്റെ 102% ആണ്. അപ്പോൾ ഇതൊക്കെ ഹൈ PE-യിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഹൈ PE-യെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് വരണമായിരുന്നു. പക്ഷെ അത് വരാത്തത് സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റേഴ്സ് നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഈ സ്റ്റോക്കുകൾ താഴോട്ട് പോകാനുള്ള കാരണമെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇനിയുള്ള ക്വാർട്ടറുകളിൽ ഇവരുടെ റിസൾട്ട് ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റേഴ്സ് തിരിച്ചു വന്നേക്കാം. കാരണം നമ്മൾ ഇവരുടെ ഓർഡർ ബുക്കുകൾ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റോക്കുകളിലും അത്യാവശ്യം ഓർഡർ ബുക്കുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് 94,000 കോടിയുടെ ഓർഡർ ബുക്ക് അവരുടെ പെൻഡിങ്ങിലാണ്. ഭാരത് ഇലക്ട്രോണിക്സിൽ 76,000 കോടിയുടെ ഓർഡർ ബുക്ക് പെൻഡിങ്ങിലാണ്. മസഗോൺ ഡോക്കിൽ 38,000 ഓർഡർ ബുക്ക് പെൻഡിങ്ങിലാണ്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിൻ്റെ 22,000 കോടി ഓർഡർ ബുക്ക് ഉണ്ട്. ഇവിടെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട്. കാരണം അവരുടെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 22,000 കോടിയാണ്. അതിന് അടുത്ത് തന്നെയുള്ള ഓർഡർ ബുക്കും അവർക്കുണ്ട് എന്നുള്ളത് ഈ സ്റ്റോക്കിനെ കൂടുതൽ നമുക്ക് വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് നോക്കുകയാണെങ്കിൽ 21,000 കോടിയുടെ ഓർഡർ ബുക്ക് ഉണ്ട്. ഭാരത് ഡൈനാമിക്സിൽ 19,000 കോടിയുടെ ഓർഡർ ബുക്ക് ഉണ്ട്. അതുപോലെ സോളാർ ഇൻഡസ്ട്രീസിൽ 3,650 കോടിയുടെ ഓർഡർ ബുക്ക് ഉണ്ട്. അതുപോലെ മിശ്ര ധാതു നിഗം എന്ന് പറയുന്ന സ്റ്റോക്കിൽ 1,830, അതുപോലെ സെൻ ടെക്നോളജിയിൽ 1,400, ടാറ്റ പാറ്റേൺസിൽ 967, മെംടാ ടെക്നോളജി 915, DCX സിസ്റ്റത്തിൽ 800 കോടി, പരസ് ഡിഫൻസിൽ 600 കോടി, ഐഡിയ ഫോർജിൽ 125 കോടി. അങ്ങനെ സ്റ്റോക്കുകളുടെ അവരുടെ വലുപ്പം അനുസരിച്ചിട്ടുള്ള ഓർഡർ ബുക്കുകൾ എല്ലാ സ്റ്റോക്കുകളിലും ഉണ്ട്. അപ്പോൾ ഇത്തരം ഓർഡർ ബുക്കുകൾ അവർ ഫുൾഫിൽ ചെയ്യുന്നതിനനുസരിച്ച് കൊണ്ടുള്ള ഇവരുടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിച്ചേക്കാം. ഇവിടെ ഡിഫൻസ് സ്റ്റോക്കുകളിൽ എല്ലാവരും പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അതിൻ്റെ ട്രേഡ് റിസീവബിൾസ് ആണ്. കാര്യം പല ഡിഫൻസ് സ്റ്റോക്കുകളുടെയും ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിലൂടെ വരുന്നത് കൊണ്ട് തന്നെ അത് വളരെയധികം സ്ലോ ആയിട്ടായിരിക്കും ഇവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ട്രേഡ് പേയബിൾസ് നല്ലപോലെ ചിലപ്പോൾ ഈ സ്റ്റോക്കുകൾ കിട്ടാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ടുകളിൽ ആ ട്രേഡ് പേയബിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില സ്റ്റോക്കുകളെങ്കിലും അത്യാവശ്യം നല്ല പ്രോഫിറ്റിലേക്ക് ഉണ്ടായേക്കാം. അപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന നമ്മുടെ ക്വാർട്ടർലി റിസൾട്ടുകളും ഒക്കെ വാച്ച് ചെയ്തുകൊണ്ട് ഈ സ്റ്റോക്കുകളിൽ
നമുക്കൊരു ലോങ് ടേം എൻട്രി എത്രത്തോളം പോസിബിൾ ആണ് എന്ന് പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോഴുള്ള അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിലാണ് മൊത്തത്തിലുള്ള സ്റ്റോക്ക് എന്ന് മനസ്സിലാക്കുക. അതിൽ ഒരേ ഒരു സ്റ്റോക്ക് മാത്രമാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയി നിൽക്കുന്നത്, അത് സെൻ ടെക്നോളജി മാത്രമാണ്. അപ്പോൾ ഇവിടെ പരാമർശിച്ചിട്ടുള്ള ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.